ഇപ്പോൾ ഒരാൾക്ക് സമ്പത്ത് സംരക്ഷിക്കണം, അത് മണിയായിട്ടിരിക്കുന്ന സമ്പത്തിനെ അത് വസ്തുവായി വാങ്ങിയിട്ടു, പ്രത്യേകിച്ച് ലാഭനഷ്ടങ്ങൾക്കൊന്നുമല്ല ഉദ്ദേശമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഏർപ്പാടിന് എന്താണ് ഇസ്ലാമിക മാനം? അഥവാ ഇത് ക്യാഷായി കയ്യിൽ വെച്ചാൽ, അല്ലെങ്കിൽ സ്വർണം ഗോൾഡായിട്ട് കയ്യിൽ വെച്ചാൽ, സിൽവറായിട്ട് കയ്യിൽ വെച്ചാൽ കൊല്ലം കൊല്ലം സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്ന ചിന്തയാണ് അയാളെ അതിനെ ഭൂമിയാക്കി മാറ്റുവാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവാക്കി മാറ്റുവാനോ പ്രേരിപ്പിച്ചത് എങ്കിൽ അവിടെ അത് ഏത് വസ്തുവിൽ നിന്ന് ഏതിലേക്ക് മാറ്റി എന്ന ചർച്ചയേ ഇല്ല. ഏത് വസ്തുവാണോ മാറ്റിയത് ആ വസ്തുവിൻ്റെ അടിസ്ഥാനപരമായിക്കൊണ്ട് അതിനെ തന്നെ കാണുമെന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ എന്താക്കണം, കൊല്ലം കൊല്ലം അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇബാദത്ത് പറഞ്ഞാൽ ആരാധനയാണല്ലോ. ഇതിൻ്റെ ഇബാദത്തിൻ്റെ ഷർത്തുകളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം നീയത്താണ്. അപ്പോൾ നമ്മുടെ നീയത്ത് എന്ത് എന്നുള്ളതാണ്. അപ്പം തൻ്റെ കയ്യിലുള്ള പണമായിക്കൊണ്ട് ഇത് അവശേഷിച്ചാൽ, അതല്ലെങ്കിൽ ഗോൾഡായിക്കൊണ്ട് വെക്കുകയാണെങ്കിൽ, സിൽവറായിക്കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിനെന്തുണ്ട്, സക്കാത്തുണ്ട്. അപ്പം അതുകൊണ്ട് കൊടുത്തിട്ടിട്ട് തൽക്കാലം എന്താക്കാം, അതിനൊരു ഭൂമിയാക്കി വെക്കാം എന്നതാണ് ഉദ്ദേശമെങ്കിൽ പ്രശ്നമാണ്. അതിന് അയാൾ എന്താക്കണം, എല്ലാ വർഷവും അതിന് സക്കാത്ത് നൽകുക തന്നെ വേണം. അതല്ല ഒരാൾ തനിക്ക് വീടോ അല്ലെങ്കിൽ തൻ്റെ അടുത്ത തലമുറയിൽ തൻ്റെ മക്കൾക്ക് അതൊരു ഉപകാരമാകട്ടെ എന്നുള്ള നിലയ്ക്ക് തൻ്റെ കൈവശമുണ്ടായിരുന്ന പണവും സ്വർണവും എല്ലാം എടുത്തെന്താക്കി ഭൂമിയോ മറ്റോ വാങ്ങി വെച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് സക്കാത്തില്ല എന്നതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫിഖ്ഹിൽ ബൈഅ് തിജാറത്ത് എന്ന് പറഞ്ഞ രണ്ട് ചർച്ചകൾ കാണാൻ പറ്റും. അതായത് ബൈഅ് തിജാറത്ത് എന്ന് രണ്ടായിക്കൊണ്ടാണ് ചർച്ചയിൽ വരുന്നത് എങ്കിൽ, തിജാറത്ത് എന്ന് പറഞ്ഞാൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന കച്ചവടങ്ങളാണ്. ബൈഅ് എന്ന് പറഞ്ഞാൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന കച്ചവടങ്ങളാവില്ല. ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ചിലത് വിൽക്കുകയും വാങ്ങേണ്ടൊക്കെ വരും. ഇപ്പോൾ ഒരാൾ 10 സെൻറ്റ് ഭൂമി വാങ്ങി ഒരു വീടെടുക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോഴാണ് താൻ ഉദ്ദേശിച്ച രൂപത്തിലുള്ള വീടെടുക്കാൻ ആ ഭൂമി പറ്റുകയില്ല എന്ന് പിന്നീട് പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായി. ഈ സോയിൽ ടെസ്റ്റും മറ്റൊക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ അവിടെ കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ കൂടുതൽ പൈസ ചിലവ് വരും, മറ്റൊക്കെ വരും എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നാലത് വിൽക്കാം, അത് വിറ്റിട്ട് കൂടുതൽ അനുയോജ്യമായൊരിടം അത് വാങ്ങാം എന്നുള്ള നിലക്ക് ഒരാൾ അതിനെ വിൽക്കാൻ വേണ്ടി വെച്ചു. അത് വിൽപ്പന വസ്തുവിൻ്റെ കൂട്ടത്തിൽ പെടില്ല. അവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് കച്ചവടം നടത്തുക എന്നുള്ളതല്ല, തൻ്റെ ആവശ്യം നിറവേറണമെങ്കിൽ ഈ വസ്തു പറ്റുകയില്ല. അപ്പോൾ അത്തരം കച്ചവടങ്ങളെ പണ്ഡിതന്മാർ എണ്ണിയത് ബൈയിലേക്കാണ്, തിജാറത്തിലേക്കല്ല. ഇത്തരം വിഷയങ്ങളൊക്കെ സക്കാത്തുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മമായി കൊണ്ട് തന്നെ ചർച്ച ചെയ്യുന്നത് കാണാം. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. കാരണം ഇത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഈ സ്വത്തും സമ്പത്തും എന്നുള്ളത്. ഈ അനുഗ്രഹങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ പരീക്ഷണങ്ങളുമാണ്. ആ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി കാണിക്കാൻ കഴിയാത്തവൻ അവൻ പരീക്ഷിക്കപ്പെട്ടവനാണെന്നുള്ള എന്തൊക്കെ തിരിച്ചറിയാം. നമ്മളോട് ആകെ ആവശ്യപ്പെട്ടിട്ടുള്ളത് 2.5% കൊടുക്കാനാണ്. ബാക്കി 97% നിങ്ങളുടെ കൈവശം വെച്ചോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ 2.5% എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. അത് നമ്മൾ പിടിച്ചു വച്ച് കഴിഞ്ഞാൽ അന്യൻ്റെ ധനം പിടിച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളും അതിൻ്റെ ഭാഗമായി നമ്മൾ എന്താക്കണം, അനുഭവിക്കേണ്ടി വരും. ഇത്രയൊക്കെ സ്വത്തും സമ്പത്തും അള്ളാഹു നമുക്ക് അനുഭവിക്കുവാനുള്ള അവസരം നൽകിയിട്ടും അതിൽ നിന്ന് 2.5% മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നമുക്ക് ഈ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ. ഒരാൾക്ക് ഡയബറ്റീസ് രോഗിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം മധുരമുള്ള വസ്തു കഴിക്കാനൊക്കെ കഴിയില്ല. നന്നായി കൊളസ്ട്രോൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊരു കൊഴുപ്പുള്ളൊരു വസ്തു കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ചെറിയ ചെറിയ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ജീവിതത്തിലെല്ലാ സൗഭാഗ്യവും ഉണ്ടാവും. അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പണമുണ്ട് കയ്യിൽ, വസ്തുവുണ്ട് കയ്യിൽ. നമ്മൾ ആലോചിച്ചൊക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ നല്ലൊരു വാഹനം ഉണ്ടെന്ന് വിചാരിക്കുക. അള്ളാഹു എനിക്ക് ഒരു അസുഖം നൽകി, എൻ്റെ കൈയും കാലും അനങ്ങാത്തൊരവസ്ഥ വന്നു. ആ വാഹനം ഉണ്ടായിട്ട് എനിക്കെന്താ കാര്യം? ആ വാഹനം എടുത്തു പോകാൻ എനിക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ ഒന്നിച്ച് സംഗമിക്കുമ്പോൾ മാത്രമാണ് അവൻ നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ തന്നെ കഴിയുള്ളൂ. അപ്പോൾ ആ റബ്ബിനെ പറ്റിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിലൂടെ വന്നു കഴിഞ്ഞാൽ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് വലിയ
ശിക്ഷ തന്നെ ലഭിക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ പെട്ടെന്ന് തൗബ ചെയ്ത് അത് പാവപ്പെട്ട ആളുകൾക്ക് നൽകേണ്ട അവകാശങ്ങൾ അവർ തിരിച്ചു നൽകുക തന്നെയാണ് വേണ്ടതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.